നമ്മൾ സാധാരണക്കാർ പലരും ഈ ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള EMIസിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഇത് വീട്ടാനുള്ള രണ്ട് മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്നോബോൾ മെത്തേഡാണ്. അതായത് സപ്പോസ് നിങ്ങൾക്കൊരു 10,000 രൂപ കടമുണ്ട്, ഒരു 1,00,000 രൂപ കടമുണ്ട്. നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ കടം ഏതാണോ അത് ആദ്യം അടച്ചു കിട്ടുക എന്നുള്ളതാണ്. കാരണം ചെറിയ കടങ്ങൾ നമ്മൾ വീട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും ഒരു മോട്ടിവേഷനും വരും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അവലാൻഷി മെത്തേഡാണ്. സപ്പോസ് ഈ 50,000 രൂപയുടെ കടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചൈനീസ് ആപ്പോ ഇങ്ങനത്തെ പോലുള്ള ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള കടമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 35-45%. അവലാൻഷി മെത്തേഡ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള കടങ്ങൾ നിങ്ങൾ ആദ്യം വീട്ടുക. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള കടം വീട്ടുന്ന സമയത്ത് നമ്മൾ ലോങ് ടൈം നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്ന എമൗണ്ട് വളരെയധികം കുറയും. ഞാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക അവലാൻഷി മെത്തേഡ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.